അങ്ങനെ ചായ കുടിച്ച് ഇതാ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ. നീ ഒരു പച്ച കുർത്താണേ ഔട്ട്ഫിറ്റ്. ഞാൻ എന്താ വർക്ക് സ്പേസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിട്ടോ. ഭയങ്കര വെയിൽ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഓട്ടോയിൽ പോയിരുന്നു. അച്ഛൻ പിന്നെ എന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ എണീക്കാനൊക്കെ നേരം വൈകിക്കൊണ്ട് അച്ഛൻ പിന്നെ പോയി. അപ്പം ഞാനിപ്പോൾ ബസ്സിൽ പോകണോ അല്ലെങ്കിൽ റാപ്പിഡോ ബുക്ക് ചെയ്യണോ നോക്കട്ടെ. പക്ഷേ വെയിലാണ്, നോക്കി നോക്കാം. ഞാൻ വർക്ക് സ്പേസിൽ എത്തിയിട്ടോ. ഞാൻ അവിടുന്ന് 10:30 ഇറങ്ങിയത്. 10:45 ഇവിടെ എത്തും ചെയ്ത് റാപ്പിഡോ തന്നെ ബുക്ക് ചെയ്ത്. അപ്പം 15 മിനിറ്റ് കൊണ്ട് ബുക്ക് ചെയ്തിരുന്നു. 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഇല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ ഞാൻ അവിടുന്ന് 10:30 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 11:15 ഉള്ളിൽ 11:30 എന്തായാലും 11:30 ആയിരിക്കും ഇവിടെ എത്തുക. അപ്പം എത്തിയിട്ടുണ്ട്. ഓനേക്കാളും മുന്നേ ഇവിടെ എത്തിയിട്ട് ഓനെ വിളിക്കാം. ചിലപ്പോൾ കേൾക്കണ്ടാവില്ല, ഫോണിൽ വിളിച്ചോക്കാം. ഞാൻ ഇവിടേക്ക് വന്നാൽ വേണ്ട കറണ്ടില്ല കേട്ടോ. അതപ്പോൾ അവിടെ ലൈറ്റ് കിട്ടച്ച് എന്ന് വെച്ചാൽ കറണ്ട് വന്നാൽ അറിയാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടച്ചില്ല. ഞാൻ പോയി കേർട്ടൻസ് ഒക്കെ ഒന്ന് തുറന്നട്ടെ. നാച്ചുറൽ ലൈറ്റ് വരും. അപ്പം ഞാനിവിടെ പ്രിൻറ്റിങ് ഒക്കെ തുടങ്ങിയിട്ടോ. 2 ദിവസമല്ല സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ ഹാഫ് ആയിട്ട് ഒരു ദിവസം കൂട്ടാം. അങ്ങനെ ഒരു ദിവസമാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഇവിടെ പണി എടുക്കാതെയൊക്കെ ഉള്ളത്. പക്ഷേ കുറേ സായ പോലെ. അപ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രിൻ്ററിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ചെറിയ കംപ്ലയിൻ്റ് അല്ല, ഉള്ള കംപ്ലയിൻ്റ് തന്നെ. അതുകൊണ്ട് ഈ സാധനം കണ്ടോ, ഈ സെയിം സാധനം 4 പ്രാവശ്യം പ്രിൻ്റ് എടുത്തിട്ട് റെഡി ആവുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഡാർക്കായിട്ട് കാണൂല. എന്നാലും ചിലത് എവിടെ ഒരു ലൈൻസ് പോലെ ബ്ലാക്ക് അങ്ങനെ ഒരു ലൈൻസ്. കുറച്ച് ദിവസം മുന്നേ ഈ സെയിം പ്രശ്നം ഉണ്ടേനി. പിന്നെ 2 ദിവസം നല്ലപോലെ ഓടി. ഇന്നിപ്പോൾ പ്രിൻ്റർ പിന്നെയും കംപ്ലയിൻ്റ് ആയി. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ LC ഇങ്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇനി LC ഇല്ലായിട്ടാണോ എന്ന് എന്താ പറയുക, ചിലപ്പോൾ ഇല്ലായിട്ട് ആയിരിക്കും ആ പ്രശ്നമൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ക് വാങ്ങാം. ഇങ്ക് ഇപ്പോൾ പൗഡർ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ക് വാങ്ങിയിട്ട് ഒന്ന് ഹെഡൊക്കെ ക്ലീൻ ചെയ്ത് റെഡി ആവുമോ നോക്കാം. പിന്നെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഓൻ തന്നെ കേട്ടോ പ്രിൻറ്റിങ്ങും പാക്കിങ്ങും എല്ലാം കൂടി ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലാണ്ട് 2 ദിവസത്തെ നല്ല സമാധാനം. അത് പോട്ടർ ഇട്ടെ, വേറെ ഒന്നും വാങ്ങാനില്ലല്ലോ. ഫോട്ടോ പേപ്പർ ഉണ്ട്. ഫോട്ടോ പേപ്പർ A3 ഉള്ളത്, A4 ഉണ്ട്. അപ്പം ഇതിടാ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ക് വാങ്ങട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി പ്രിൻ്റ് ചെയ്യാം. അപ്പം ഞാനിതിൽ ഇങ്കൊക്കെ വെച്ചിട്ട് പ്രിൻ്റ് ഇട്ട് നോക്കിട്ടോ. പക്ഷെ അത് കിട്ടിയില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് അതന്നെ പ്രിൻ്റ് ഇട്ട് നോക്കാം. ഫോട്ടോ പേപ്പർ എവിടെ? ഇതിൽ ഞാൻ ഇങ്ക് വാങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെയും ആ ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്രിൻ്റ് ഇടാണ്. പിന്നെ ഇത് ഞാനില്ലാത്ത ദിവസം എടുത്താൽ കേട്ടോ അഡ്രസ്സ്. ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ടുള്ള അഡ്രസ്സൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതലുള്ള അഡ്രസ്സ്, നാളെ ഉച്ചയുള്ള അഡ്രസ്സ്, അങ്ങനെ നാളെ ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഈസി ആയിരിക്കില്ല. ആ ടൈം മുമ്പിൽ കഷ്ടപ്പെട്ട് അഡ്രസ്സ് എടുക്കാൻ ഓടണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ നേരത്തെ പോയിട്ട് ഫ്രെയിമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്രെയിം പുറത്തുണ്ട്, അതും കൂട്ട് എടുത്തിട്ട് വരാം. പിന്നെ തെർമോക്കോൾ ഇത് മതിയാവാന്ന് തോന്നുന്നു. 8 എണ്ണം ഉണ്ട്. അപ്പം അത് മതിയാവുണ്ടാവും തെർമോക്കോൾ. കുറച്ച് വെയിറ്റ് ഉണ്ട്. പുറത്ത് ഇങ്ങനെ മഴക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യുണ്ടാവും. ഞാൻ ലൈറ്റ് ഇട്ടേ വിളിച്ചില്ല, ലൈറ്റ്. അപ്പം എന്നാലും ഇത് നേരത്തെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെ പാക്ക് ചെയ്യണം. അതിനിടയിൽ കുറച്ചുകൂടി ഇനി ഫ്രെയിം ആക്കാനുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ഇനി പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് പ്രിൻ്റ് എടുത്ത് വരാം കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിസ്പാച്ച് ചെയ്യാൻ ഒരു 4-5 എണ്ണമാണ് ഉള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻ്റർ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നോക്കണം. ഇനിയിപ്പോൾ നാളെ ഏട്ടൻ പോയിട്ട് ഇവിടെ പ്രിൻ്റർ സർവീസ് സെൻറ്ററിൽ ഉണ്ടെന്നല്ല. അതിപ്പോൾ നാളെ എങ്ങനെ പോയിട്ട് ആ പ്രിൻ്റർ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. അപ്പം എന്ന് വെച്ചാൽ കുറച്ച് ക്ഷീണം കിട്ടും. കാരണം നമ്മൾ ഗുരുവായൂർ പോയിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഇന്ന് ഫുഡ് കഴിച്ചില്ല. രാവിലെ ഞാൻ അവിടുന്ന് ഒരു ദോശ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ദോശ കഴിച്ച് ഇവിടെ ഇറങ്ങി ഇവിടേക്ക് വന്ന് പിന്നെ എന്ന് വെച്ചാൽ ഫ്രെയിം എടുക്കാൻ പോയി. ഞാനാണെങ്കിൽ പ്രിൻ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വയ്യ തന്നെ കുറേ പ്രാവശ്യം പ്രിൻ്റ് ഇട്ട് റെഡിയാക്കി കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ എന്താ സമയമില്ലല്ലോ. സമയം ഇപ്പോൾ വൈകുന്നേരം ആയി. അപ്പം വേഗം പോയി ബാക്കി പ്രിൻ്റ് ഇട്ട് പണി നോക്കട്ടെ കേട്ടോ. ഇതിലെന്ന് വെച്ചാൽ പ്രിൻ്ററിൻ്റെ വേറെ നോർമലി ഉള്ള ലൈൻസ് വരുന്ന ഇഷ്യൂ മാറിയിട്ട് ഇപ്പോൾ വേറൊരു ഇഷ്യൂ ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ കാണിച്ചത് ഇങ്ങനെ
ക്ലോത്ത് വെച്ചിട്ട് ഒപ്പിയെടുക്കുന്നത്. കാരണം വെച്ചാൽ എന്താ പ്രിൻറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ വരുന്നത്. അപ്പോൾ അതിവിടെ ഒപ്പിയെടുത്താൽ റെഡി ആവലുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നോക്കുകയാണേ. റൂമിലും കുറച്ച് ഇരുട്ടുണ്ടാവും കേട്ടോ. കാരണം വെച്ചാൽ ടോട്ടലി ഒരു മഴക്കാറുള്ള പോലെ ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട്. അവിടെ ഇരുടാട്ടോ. ലൈറ്റ് ഇട്ടാൽ എന്താ വെച്ചാൽ ലൈറ്റിൻ്റെ ഒരു വെളിച്ച ചില സമയം സുഖം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ പുറത്ത് ഇവിടെ ഗ്ലാസ് തുറന്നിട്ടായതുകൊണ്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റോട്ടിൽ പോകുന്നവർക്കൊക്കെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ലൈറ്റ് ഇപ്പോൾ ഇടുന്നില്ല. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോഴേക്കും മഴ പെയ്താൽ നല്ലതാണെന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. ചിലപ്പോൾ പെയ്യായിരിക്കുമല്ലേ. ഇന്ന് മെയിനായിട്ട് ഞാൻ ഈ കോട്ടൻ്റെ കുർത്തിടാൻ തന്നെ കാരണം അതാണ്, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ കോട്ടൺ ആകുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇട്ടതാണ്. പക്ഷെ എൻ്റെ ഉള്ള അധിക ഡ്രസ്സ് സ്ലീവ്ലെസ്, അതുകൊണ്ട് എന്താ വെച്ചാൽ കൈയൊക്കെ നല്ല ടാൻ അടിക്കും. ഇന്ന് രാവിലെ വരുമ്പോഴും വെയിൽ കൊണ്ട് വന്നുകൊണ്ട് നല്ല ടാൻ അടിക്കും. ഒരു കുട എടുത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട എടുക്കാൻ മറന്നു പോകുന്നില്ല, ബാഗിൽ കൊള്ളലില്ല, ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാവും, അതുകൊണ്ടാണ് കുട എടുക്കാത്തത്. ഇന്ന് എന്തായാലും കുട എടുത്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്, തോന്നുന്നു കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. ഓൻ ആ റൂമിൽ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിൽക്കിലിട്ടേക്കട്ടെ കേട്ടോ, സിൽക്കി ആ റൂമിലില്ല. ഇപ്പോൾ സമയം 6 മണി ആവാനായിട്ടോ, പക്ഷേ പ്രിൻറ്റിങ് ഇപ്പോഴും കഴിഞ്ഞില്ല. കുറച്ച് അർജൻറ്റായിട്ട് അയക്കേണ്ട സാധനം ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് ഇങ്കാട്ടോ, ആ ക്ലോത്തിൽ ഇങ്ങനെ ഇങ്ക് ഒപ്പിയെടുക്കുമല്ലോ. അപ്പോൾ ഇത് എന്താ പറയുക, സാധാരണ നമ്മൾ ജസ്റ്റ് ഹാൻഡ് വാഷ് ഇട്ട് അത് ഇങ്ക് ആയപ്പോൾ തന്നെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയാൽ പോകും കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഓയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാലാ പോവുക. അപ്പോൾ അതവിടെ അടുത്തുള്ളൊരു ബേക്കറി നമ്മൾ കുറച്ച് കടി പാർസൽ വാങ്ങിണ്ടേ. എങ്ങനെയുണ്ട്, ടേസ്റ്റാ? എനിക്ക് കടുക്കുണ്ട് കേട്ടോ, കടുക്ക ഇഷ്ടം. എന്നാണെങ്കിൽ എന്താ പ്രിൻ്റർ കുറച്ച് പണി തന്ന്, പിന്നെ ഫ്രെയിമൊക്കെ എടുക്കാൻ പോയി, അങ്ങനെ കുറച്ച് തിരക്കായിട്ട് തീരെ സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ ഇത് അയക്കാനുള്ള സാധനമൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 2 ഇന്ത്യ പോസ്റ്റ് അയക്കാണ് കേട്ടോ. DTDC അയക്കാനുള്ള ഇതൊക്കെയാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി പോയി കേട്ടോ. പോകുന്ന വഴിക്ക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ വേഗം എത്താൻ പറ്റും. ഈ ഒരു സമയം ആയതുകൊണ്ട് ഹൈലൈറ്റിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവും. എനിക്ക് ആക്ച്വലി വേറൊരു പണി കിട്ടി. എന്താ സംഭവം വെച്ചാലേ, ഇത് ഞാൻ നല്ല കല്യാണത്തിന് പോയിട്ട് പിന്നെ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ വീട്ടിലേക്ക് പോയില്ല. അപ്പോൾ ഞാൻ ഡെയിലി ഇടുന്ന ചെരുപ്പുണ്ടല്ലോ, അതില്ല. അപ്പോൾ ഈ ഹീൽസ് വെച്ചിട്ട് അതാണെങ്കിൽ കുറച്ച് എന്താ പറയുക, കാലൊക്കെ പൊട്ടും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ സ്റ്റെയറൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റുന്നില്ല. മറ്റേ ഓടിപ്പോയി വരാമല്ലോ, ഇതങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ. ഇന്ന് ഞാൻ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഒന്നും ചെരുപ്പിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എങ്ങാനും വീട്ടിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്ത് വന്നിട്ടോ. ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഷട്ടർ ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നു, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടല്ലോ. പക്ഷേ അവരപ്പം തന്നെ വന്നിട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പുതിയതായിട്ട് തുറന്നെന്ന് അന്ന് പറഞ്ഞില്ലേനു, അപ്പോൾ അവിടെ തന്നെ വന്നതാട്ടോ. 2 വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ളതാണോ അറിയില്ല, പക്ഷേ നല്ല തണുത്ത കാറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇന്ത്യ പോസ്റ്റ് 2 അയക്കാണ്ട്, ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇന്ത്യ പോസ്റ്റും കൂടെ അയച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മഴ പെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴക്കാറുണ്ടായിരുന്നല്ലോ, നല്ല മഴയുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ഇതൊന്നും അപ്പോൾ ആ കാറ്റടിക്കുന്നത് ഇതൊന്നും വാങ്ങിയത് മാറിപ്പോയത്. ഞാൻ ഉദ്ദേശിച്ചിട്ട് ഉന്നക്കായല്ലേ, ഉന്നക്കായ ചോദിച്ച് വാങ്ങിയതാണ്. പക്ഷെ അത് പഴ നിറച്ചതാണ്. മഴപ്പാറലടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ആ മഴ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം. നല്ല മഴയായിട്ട് പോസ്റ്റായി നിന്നിട്ടോ നമ്മൾ, കാരണം ഇനിയിപ്പോൾ മഴ ഒന്നും ചോരാണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ചെറുതായിട്ട് മഴ തോർന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ഇറങ്ങാറുണ്ട്, ചെറിയ ഇതല്ലേ ഉള്ളൂ, ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇന്ത്യ പോസ്റ്റിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്രോൾ അടിക്കാൻ കയറിൻ്റെ ഞങ്ങൾ 300 രൂപക്കാണ് പെട്രോൾ അടിക്കൽ. പിന്നെ ഇന്ത്യ പോസ്റ്റിലെത്തി, അതൊക്കെ ഡിസ്പാച്ച് ചെയ്ത്, അപ്പോൾ ഡിസ്പാച്ച് ചെയ്ത് പിന്നെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് ഇവിടെ എത്തിയിട്ടൊന്ന് കുറച്ച് തിരക്കിലായിപ്പോയി. കാരണം എന്താ വെച്ചാൽ രാവിലെ പ്രിൻ്ററൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു തിരക്കിലേനു. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യാൻ പോയപ്പോൾ മഴയൊക്കെ പെയ്ത് അങ്ങനെ മഴയത്ത് കുറച്ചേരം കുടുങ്ങൊക്കെ ചെയ്ത്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ബിസിയുള്ളൊരു ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീട്ടിൽ അതൊക്കെയാണല്ലേ. അപ്പം നാളെ 6 മണിക്ക് കാണാം.